2020 ലോകകപ്പിൽ പാകിസ്ഥാനെ തകർത്ത ഭാരതം സൂപ്പർ 8-ൽ 61 റൺസിനാണ് ഭാരതത്തിന്റെ വിജയം. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 114-ന് ഓൾ ഔട്ടായി. രണ്ടു വീതം വിക്കറ്റ് വീഴ്ത്തിയ ബുംറയും അക്സറും ഹാർദിക് പാണ്ഡ്യയും വരുൺ ചക്രവർത്തിയുമാണ് അനായാസ വിജയം സാധ്യമാക്കിയത്. നേരത്തെ 40 പന്തിൽ 70 റൺസ് എടുത്ത ഇഷാൻ കിഷന്റെ തകർപ്പൻ ബാറ്റിംഗാണ് ഭാരതത്തിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്നും VS കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണരാജ്, തകർപ്പൻ ജയം, ആവേശകരമായ മത്സരം എങ്ങനെ വിലയിരുത്താം? രോഹിണി, ആവേശകരമായ മത്സരമായിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം പാകിസ്ഥാന് ഒരു ഘട്ടത്തിൽ പോലും ഭാരതത്തിന് വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അവസാനം ഷഹീൻ അഫ്രീദി 2-3 ഷോട്ടുകൾ പായിച്ചു എന്നതൊഴിച്ചാൽ അവരുടെ ഉസ്മാൻ എന്ന ബാറ്റർ, വിക്കറ്റ് കീപ്പർ ബാറ്റർ 44 റൺസ് അടിച്ചത് ഒഴിച്ചാൽ മറ്റെല്ലാവരും ദയനീയ പരാജയമായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഭാരതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തോന്നിപ്പിച്ചില്ല എന്നത് എടുത്തു പറയണം. 2 ഓവർ പൂർത്തിയാകുമ്പോഴേക്കും 3 വിക്കറ്റുകളാണ് അവർക്ക് നഷ്ടമായത്. ആദ്യ ഓവറിലെ 4-ാം പന്തിൽ ഹാർദിക് പാണ്ഡ്യ അവരുടെ ഫർഹാൻ ഓപ്പണറെ പുറത്താക്കുന്നു. ഏഷ്യ കപ്പിൽ ഫൈനൽ പോരാട്ടത്തിൽ റൺസ് അടിച്ച് ഭാരതത്തിന് നേരെ ആക്രോശിച്ചയാളാണ് ഫർഹാൻ. പക്ഷേ ആദ്യ ഓവറിലെ 4-ാമത്തെ പന്തിൽ തന്നെ പുറത്താകുന്നു. 2-ാമത്തെ ഓവർ എറിയാനെത്തിയത് സാക്ഷാൽ ബുംറ ആയിരുന്നു. 2-ാമത്തെ പന്തിലും 6-ാമത്തെ പന്തിലും സയീം അയ്യൂബിനെയും സൽമാൻ ആഗ ക്യാപ്റ്റനെയും പുറത്താക്കിക്കൊണ്ടാണ് ഭാരതത്തിന് മികച്ച തുടക്കം സമ്മാനിച്ചത്. പിന്നെ ഒരു ഘട്ടത്തിലും അവർക്ക് തലപൊക്കി നിൽക്കാനായില്ല. എന്നാൽ ഷബാബ് ഖാൻ 14-ഉം ഉസ്മാൻ ഖാൻ 44 റൺസ് എടുത്ത് അടുത്ത വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. കാരണം വരുൺ ചക്രവർത്തി 2 വിക്കറ്റ് വീഴ്ത്തുന്നു, ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ് വീഴ്ത്തുന്നു, ബുംറ 2 വിക്കറ്റ് വീഴ്ത്തുന്നു, അക്സർ പട്ടേൽ മികച്ച 2 വിക്കറ്റുകൾ. അതായത് അവരുടെ എക്കാലത്തെ മികച്ച ബാറ്റ്സ്മാൻ കോഹ്ലിയോടൊക്കെ താരതമ്യം ചെയ്യുന്ന ബാബർ അസം ഇപ്പോൾ 2020-ൽ ടെസ്റ്റാണ് കളിക്കുന്നത്. ബാബർ അസത്തെയും ക്ലീൻ ബൗൾഡാക്കിക്കൊണ്ട് അക്സർ പട്ടേൽ വലിയ മുൻതൂക്കമാണ് ഭാരതത്തിന് സമ്മാനിച്ചത്. അങ്ങനെ എല്ലാ ഘട്ടത്തിലും മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച് ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ്, ജസ്പ്രീത് ബുംറ 2 വിക്കറ്റ്, അക്സർ 2 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 2 വിക്കറ്റ്. ഇന്ന് തിലക് വർമ്മയും റിങ്കു സിംഗും വരെ എറിഞ്ഞു എന്നതുകൂടി നമ്മൾ ഓർക്കണം. കാരണം അത്ര ലാഘവത്തോടെ വിജയം ഉറപ്പിച്ച മട്ടിലായിരുന്നു ഭാരതം കളിച്ചത്. തിലക് വർമ്മ 1 വിക്കറ്റ് എടുത്തു. സ്വന്തം പന്തിൽ 1 വിക്കറ്റിന് അവസരം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ക്യാച്ച് ഡ്രോപ്പാക്കി അത് നശിപ്പിച്ചു തിലക് വർമ്മ. ആകെ നോക്കിയാൽ മികച്ച ഒരു ഓൾറൗണ്ട് പ്രകടനമാണ്, ടീം വർക്കാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ടോസ് നഷ്ടപ്പെട്ട് ഇന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ സൂര്യകുമാർ യാദവ് പറഞ്ഞത്, ടോസ് കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു, 2ാമത് ബാറ്റ് ചെയ്യുന്ന കുറച്ച് പ്രയാസമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂര്യകുമാർ പറഞ്ഞത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ ഒരു പ്രതികരണമായിരുന്നു അത്. കാരണം മികച്ച തീരുമാനമാണ് താൻ എടുക്കാനായിരുന്നത്. പക്ഷേ ആ ടോസ് നഷ്ടപ്പെട്ടിട്ടും സൽമാൻ ആഗ എനിക്ക് ടോസ് നഷ്ടപ്പെട്ടിട്ടും ബാറ്റിങ്ങിന് അയച്ചത് വലിയൊരു നേട്ടമായാണ് പറഞ്ഞത്. അവിടെ 4-ാമത്തെ പന്തിൽ ക്യാപ്റ്റൻ സൽമാൻ ആഗ അഭിഷേക് ശർമ്മയെ പുറത്താക്കുന്നു. തിലക് വർമ്മയും ഇഷാൻ കിഷനും ചേർന്ന് മികച്ച ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നു. സ്കോർ ബോർഡിൽ 87 റൺസ് ഉള്ളപ്പോഴാണ് 88 റൺസ് ഉള്ളപ്പോഴാണ് ഇഷാൻ കിഷൻ പുറത്താകുന്നത്. അപ്പോഴേക്കും ഇഷാൻ്റെ സ്കോർ 77 ആയിരുന്നു എന്ന് ഓർക്കണം. 40 പന്തിൽ 77 റൺസ് എടുത്താണ് ഇഷാൻ കിഷൻ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. തിലക് വർമ്മ 25, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 32, ശിവൻ ദുബെ 27. ഇതായിരുന്നു മറ്റ് ബാറ്റർമാരുടെ മികച്ച സ്കോറുകൾ. ഏതായാലും ഭേദപ്പെട്ട ഒരു സ്കോർ 176 എന്ന ലക്ഷ്യമാണ് പാകിസ്ഥാന് മുന്നിലേക്ക് വെച്ചത്. ഒരുപക്ഷെ സൂര്യകുമാർ അപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു. കളി കണ്ടിരുന്നവർ എന്തുകൊണ്ട് ഇന്ത്യ 200 കടന്നില്ല എന്ന ചോദ്യം ഉയർത്തുമ്പോഴും സൂര്യകുമാർ യാദവ് ചിരിക്കുന്നുണ്ടായിരുന്നു. അതിന് കാരണം ആ ബാറ്റിംഗ് ട്രാക്ക് 2ാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് അത്ര ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ് തന്നെയായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വിജയകരമായ ഒരു ചിരിയായിരുന്നു അത് എന്നുകൂടി എടുത്തു പറയണം. പാകിസ്ഥാൻ ദയനീയമായി പരാജയപ്പെടുന്നു എന്നതാണ് പറയേണ്ടത്. ഇന്ത്യ 3-3 മത്സരങ്ങൾ വിജയിച്ച് സൂപ്പർ 8-ലേക്ക് മുന്നേറി. ലോകകപ്പിൽ 11ാമത്തെ തുടർ വിജയമാണ് ഭാരതം നേടുന്നത്. രോഹിണി. ശരി കൃഷ്ണരാജ്, 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ തകർത്ത് ഭാരതം സൂപ്പർ 8-ൽ VS കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്.